ഹായ്, നമ്മൾക്കെല്ലാവർക്കും പലതരം ഡ്രസ്സുകൾ ഇടാനായിട്ട് ഇഷ്ടമല്ല. ഓരോ ഡ്രസ്സിന് പിന്നിലും ഓരോ കഥകളുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ 7 ഡ്രസ്സുകളുടെ 7 കഥകളാണ് നിങ്ങൾ ഇനി സീരീസ് ആയിട്ട് കാണാൻ പോകുന്നത്. എനിക്ക് ധാവണിനെ കുറിച്ച് മറക്കാൻ പറ്റാത്ത ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ധാവണി ഉടുക്കുന്നത്. വല്യമ്മയാണ് എനിക്ക് ആദ്യമായിട്ട് ധാവണി തയ്ച്ചു തരുന്നത്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ താലപ്പൊലി ആ സമയത്താണ് എനിക്ക് ധാവണി തയ്ച്ചു തരുന്നത്. ഞാൻ ആദ്യമായിട്ട് അന്ന് അമ്പലത്തിൽ ഉത്സവം കാണാനായിട്ട് പോകുമ്പോൾ ഞാൻ ധാവണി ഉടുത്തത്. എനിക്കങ്ങനെ ഉടുക്കാനൊന്നും അറിയില്ലായിരുന്നു. അമ്മയ്ക്കും അങ്ങനെ ഉടുപ്പിച്ചു തരാനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ അങ്ങോട്ട് ഉടുത്ത് പോയി. ഞാൻ അമ്പലത്തിൽ ഉത്സവം അവിടെ ഇതൊക്കെ കണ്ട് അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കണുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായില്ല എന്നെ എന്താണ് നോക്കണമെന്നോ എന്താണെന്നോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഞാൻ ഉത്സവം കഴിഞ്ഞ് ഞാൻ ബസ്സിൽ കയറി വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളൊരു വല്യമ്മയുണ്ട്. ആ വല്യമ്മേനോട് പറഞ്ഞു, മോളെ നീ ധാവണി എടുത്തത് തിരിഞ്ഞു പോയിന്ന്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ അമ്പലത്തിൽ വെച്ചിട്ട് എല്ലാവരും എന്നെ നോക്കിയിരുന്നത് ഇത് കാരണമായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഇപ്പം ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ സാരി ഉടുപ്പിക്കാനൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഫംഗ്ഷനിൽ ഞാൻ സാരി ഉടുക്കുമ്പോഴോ എപ്പോഴും എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടുക്കുമ്പോൾ നമ്മൾ കുത്തണ ഭാഗം മാറിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ തിരിയുമല്ലോ. അങ്ങനെ എനിക്ക് അപ്പം ഓർമ്മ വരിക ഈ ഒരു ധാവണിയുടെ കഥയാണ്. ഇതാണ് ധാവണിനെ കുറിച്ച് എനിക്ക് മറക്കാൻ പറ്റാത്തൊരോർമ്മ. ഇതുവരെ എന്നെ കേട്ടു നിന്ന എല്ലാവർക്കും നന്ദി. അടുത്ത എപ്പിസോഡായിട്ട് വരാം. ബായ്.